ഹായ് ഹലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇവിടെയും കുഴപ്പമില്ലാത്ത രീതിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ എന്നാൽ വൈകുന്നേരത്തെ വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം ഒരു 4 മണി മുതൽ ഒരു 11:30-12 മണി വരെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും എന്നും കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 4 മണി ആകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ രോഷി ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. മാത്സ് അവൾക്ക് അത്രയ്ക്ക് ഒരു ടഫാണ്. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു ചേച്ചി ട്യൂഷൻ എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനും പാപ്പിക്കുട്ടിയും മാത്രമേ ഇവിടെയുള്ളൂ. അച്ഛൻ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ വന്ന് ചിക്കനും പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് കൊണ്ട് തന്നിട്ടാണ് പോയത്. അപ്പോൾ ആ പച്ചക്കറിയൊക്കെ വൃത്തിയാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചുകൂടി എടുത്ത് വെക്കട്ടെ പറഞ്ഞ് ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ കുറേ പണികളൊക്കെ ഉണ്ട്. നമ്മുടെ പാപ്പിക്കുട്ടിനെ വെച്ചിട്ട് എത്ര നേരം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ നല്ല മൂഡിലാണ് ഇരിക്കുന്നത്. ആൾ വീശി കളിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ട് പ്രത്യേകിച്ച് വാശികളൊന്നും കാണിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം പണികളൊക്കെ തന്നെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ കൊണ്ടുവന്ന കവറുകളൊക്കെ എടുത്ത് ഇത് ഞാൻ സൂക്ഷിച്ച് വയ്ക്കും കേട്ടോ. സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മുടെ ഇവിടെ കുടുംബശ്രീയിലെ ചേച്ചിമാർ കവർ എടുക്കാൻ വരും. ആ കവർ എടുക്കാൻ വരുന്ന സമയത്ത് കൊടുക്കും. ഇതാണ് പതിവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പയറും ബീൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുറിച്ചൊരു ബോക്സിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ അത് കേട് വരില്ല. അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ നല്ല വെയിലും അല്ലേ, അങ്ങനെ നമ്മൾ എന്താ പറയുക, പച്ചക്കറി ബോക്സിലിട്ട് വെച്ചിട്ട് അതൊന്ന് ഒരു ചുങ്ങി പോകുന്ന പോലെ തോന്നും. പക്ഷേ ഇങ്ങനെ മുറിച്ച് വയ്ക്കുന്ന സമയത്ത് അങ്ങനെയില്ല. എനിക്കൊരു ചേച്ചി പറഞ്ഞു തന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ഉപകാരമായിരുന്നു. അപ്പം മുതൽ ഞാൻ എപ്പോഴും പച്ചക്കറി കൊണ്ടുവന്ന് അരിഞ്ഞ് വയ്ക്കുന്ന സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഓരോരോ ബോക്സിലാക്കി വയ്ക്കും. അപ്പോൾ ഒന്നിലധികം ദിവസങ്ങൾ നമ്മൾ വിചാരിച്ച ദിവസം എടുക്കാൻ പറ്റിയില്ലെങ്കിലും അത് കേട് വന്ന് പോകില്ല കേട്ടോ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച ശേഷം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വിടട്ടെ എന്ന് പറഞ്ഞിട്ട് ചൂലൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ പാപ്പി അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയേണ്ടത്, വീശി കളിക്കേണ്ടത്, എന്നെ ചുതയെന്നൊക്കെ വിളിക്കണമുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇനി കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല എൻ്റെ പാപ്പി. പിന്നെ എപ്പോഴും നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിയുന്നതുകൊണ്ട് പിന്നെ പാപ്പിൻ്റെ പ്രശ്നങ്ങളില്ല. ഒരു ദിവസം ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം മേല് കഴുകി കൊടുക്കാറുണ്ട്. മൂത്രം ഒഴിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. വെള്ളം കുടിച്ച് ഡ്രസ്സ് നനയും. അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് വേഗം മേല് കഴുകി കൊടുത്തിട്ട് വരും. അതുകൊണ്ട് അവൾക്ക് പിന്നെ കുഴപ്പമില്ലാത്ത രീതിക്ക് അങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഇവിടെ ചൂടെന്ന് പറഞ്ഞാൽ ഒരു 10 മണി വരെ, രാവിലെ 10 മണി വരെ കുഴപ്പമില്ല. 10 മണിക്ക് ശേഷം 4 മണി വരെ ഭയങ്കര ഒടുക്കത്തെ ചൂടാണ്. ഈ റോഡിൻ്റെ വെയിൽ അങ്ങനെ ഇങ്ങടിക്ക് അടിക്കും. അതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരങ്ങളിലൊന്നും അധികം പ്രശ്നമില്ല. അധികം അത്രയ്ക്കും ചൂട് പറയാനില്ല. ചൂട് ഒരു ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അവിടെയൊക്കെ അടിച്ചു വിട്ട് കഴിഞ്ഞ് ഇനിയാണ് പണി. ഇനി കുറച്ച് ചോറ് വെക്കാനുണ്ട്. അതേപോലെ തന്നെ പാപ്പിക്ക് ചായ വെച്ച് കൊടുത്തിട്ടില്ല. ചായ വെക്കണം. പിന്നെ ചിക്കൻ കഴുകി വെക്കണം. എന്താ വെച്ചാൽ നമ്മൾ ഈ കഴുകലും ഒക്കെ പുറത്തായതുകൊണ്ട് ഒരു ഇരുട്ടായ പിന്നെ നമുക്ക് അങ്ങടിക്ക് പോയി ഒറ്റയ്ക്ക് നിന്ന് കഴുകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പകലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കാറ്. എന്തെങ്കിലും കഴുകാനും പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു 6 മണി 7 മണി മുന്നേ തന്നെ എല്ലാം കഴുകി വയ്ക്കും. പിന്നെ വൈകുന്നേരം ഉപയോഗിച്ച പാത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെടുത്ത് വെച്ചിട്ട് രാവിലെ കഴുകും. ഇതാണ് പതിവ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാനിതാ ഇവിടെയൊക്കെ അടിച്ചു വിട്ട് കഴിഞ്ഞു. അവിടെ അടിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ ആൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ ആൾ നിൽക്കണുണ്ട്. അപ്പോൾ ശരി, എന്നാൽ ഞാൻ ഇപ്പുറത്ത് വന്ന് കുറച്ച് പാത്രം കഴുകാനുണ്ട്. നമുക്ക് ചോറൊക്കെ വയ്ക്കണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചോറിൻ്റെ ചട്ടിയൊക്കെ കഴുകി വെള്ളം പിടിച്ച് വയ്ക്കണം. പിന്നെ കുടിക്കാനുള്ള വെള്ളം 2 നേരം പിടിച്ച് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് വേഗം വെള്ളം തീർന്നു പോകും. എല്ലാവരും എടുത്ത് കുടിക്കുമല്ലോ അതുകൊണ്ട്. അപ്പോൾ ഒന്നുകൂടി വൈകിട്ടും രാവിലെ ഈ ചട്ടി നിറയെ നമ്മൾ വെള്ളം പിടിച്ച് വയ്ക്കും. അപ്പോൾ ഇവിടെ വയ്ക്കുന്ന സമയത്ത് കുറച്ച് നല്ല തണുപ്പും കിട്ടുന്നുണ്ട്. ഫ്രിഡ്ജിൽ വയ്ക്കുന്ന വെള്ളം ആരും കുടിക്കാൻ തന്നെ യൂസ് ചെയ്യില്ല. ഫ്രിഡ്ജിലെ വെള്ളം ആരും കുടിക്കില്ല. നമ്മൾ ഇത് ശീലിച്ചതുകൊണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ പോകുന്നുണ്ട് എന്തായാലും. അപ്പോൾ പാപ്പി ഭയങ്കര അവിടെ കളിയാണ്. കളിത്തിരക്കായതുകൊണ്ട് ഞാൻ മുന്നിലെ വാതിലൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് ഇപ്പുറത്തേക്ക് വന്നത്. ഓരോ പണിയും ചെറിയ പണി കഴിഞ്ഞത് വേഗം അപ്പുറത്ത് പോയി നോക്കും. അപ്പോൾ ആൾ കളിക്കേണ്ടെന്ന് ഉറപ്പ് വരുത്തും. വീണ്ടും ഞാൻ ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ക്യാമറ ഓഫാക്കി പോയി നോക്കിയിട്ട് വന്നു. അപ്പോൾ ആൾ കളിക്കുന്നുണ്ട്. വീണ്ടും വന്നിട്ട് വീണ്ടും പണി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ
ഇതൊക്കെയാണ് നമ്മുടെ ഓരോരോ ദിവസത്തെ വിശേഷം. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു, അവിടെയൊക്കെ കഴുകി വിട്ട് വൃത്തിയാക്കി വെള്ളമൊക്കെ പിടിച്ച് വെച്ച്, നമുക്ക് കുടിക്കാനുള്ള വെള്ളം പിടിച്ച് വെക്കണ്ടേ, അപ്പോൾ വെള്ളമൊക്കെ പിടിച്ച് വയ്ക്കുകയാണ്. നമുക്ക് ഇവിടെ പിന്നെയും കുഴപ്പമില്ല. നമ്മുടെ അവിടെ എന്ന് പറയുമ്പോൾ പാലക്കാട് ഇരിക്കുന്ന സമയത്ത് വെള്ളം രാവിലെ മാത്രമേ വരുള്ളൂ. രാവിലെ വന്ന ഒരു 11 മണിയാകുമ്പോൾ വെള്ളം നിൽക്കും. വെള്ളം നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല പറഞ്ഞാൽ നമ്മുടെ പാപ്പിനെ സംബന്ധിച്ച് വെള്ളം ഇഷ്ടം പോലെ വേണം. ഒരു ദിവസം ഒരുപാട് വെള്ളം വേണം. കിണറും ഇല്ല കേട്ടോ അവിടെ, നമ്മുടെ ജലനിധി പൈപ്പ് പറയും, അങ്ങനെയാണ് പൈപ്പ്. അപ്പോൾ അവർ രാവിലെ മോട്ടർ ഓട്ടിക്കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞ് 1 മണിക്കൂർ 2 മണിക്കൂർ മോട്ടർ ഓട്ടും. ഒരു 8-8:30 ആകുമ്പോൾ ഓട്ടി ഒരു 10, 10:30, 11 മണിയാകുമ്പോഴേക്കും അത് ഓഫാക്കുക. അതുവരെ നമുക്ക് വെള്ളം കിട്ടുള്ളൂ. വെള്ളം എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് വെച്ചാൽ കിട്ടും, അല്ലെങ്കിൽ ഇല്ല. പിറ്റേ ദിവസം വെള്ളം അവർക്ക് എന്തെങ്കിലും മോട്ടർ ഓട്ടുന്ന ആൾക്ക് എന്തെങ്കിലും വയ്യാതാവുക അങ്ങനെ എന്തെങ്കിലും ആയി പിന്നെ വെള്ളത്തിന് ഭയങ്കര കഷ്ടമായിരിക്കും. അങ്ങനെയൊക്കെയാണ്. പക്ഷെ അടുത്തൊരു കിണറുണ്ട്, അവിടെ പോയി എടുക്കുക, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അപ്പുറത്ത് ചാല്, തോട് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് തുണിയൊക്കെ അലക്കാനൊക്കെ പറ്റും. പക്ഷേ ഇവിടെ കിണറുള്ളത് കൊണ്ട് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വെള്ളം എടുക്കാനും യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ശരി, എന്നാൽ നമ്മൾ എന്തായാലും ചിക്കനും കഴുകി വെക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ അത് 7 മണിയാകുമ്പോൾ വന്നിട്ട് അത് കഴുകാൻ പറ്റില്ല. എന്നാലല്ലേ നമുക്ക് ബോക്സിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അത് കഴുകി വൃത്തിയാക്കി. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടാണെന്നറിയാം. അതുകൊണ്ട് ചിക്കൻ എടുത്താലും ഇത് കുറച്ച് 4 പീസ് 5 പീസൊക്കെ എടുത്തിട്ട് എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വയ്ക്കുകയുള്ളൂ. അതും ഞാൻ ഒരുപാട് നിറയെ കുരുമുളക് ഇട്ടിട്ട്, മുളക് പൊടിയൊക്കെ 1 സ്പൂണൊക്കെ ഇടുകയുള്ളൂ. മുളക് പൊടി കമ്മിയാക്കി കുരുമുളക് നിറയെ, വെളുത്തുള്ളിയും കുരുമുളകും ചെറിയ ഉള്ളിയൊക്കെ നിറയെ ഇട്ടിട്ട് അങ്ങനെയാണ് വയ്ക്കുക. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്ന ദിവസം എന്തായാലും വെക്കാൻ പറയും രോഷി. അമ്മൻ്റെ സ്പെഷ്യൽ കറി ഉണ്ടാക്കാമ്മ എന്ന് പറയും. പിന്നെ ആ വെച്ച സമയത്ത് 1 പീസോ 2 പീസോ കഴിക്കും, പിന്നെ വേണ്ട. എന്നാലും അത് അവൾക്കൊരു ഇതാണ്, കൊണ്ടുവന്നതും വെക്കി എന്ന് പറഞ്ഞിട്ട് പറയണ ഒരു ശീലമുണ്ട്. അപ്പോൾ ശരി എന്ന് പറഞ്ഞാൽ ഞാൻ കഴുകി എടുത്തു. ചിലപ്പോൾ പറഞ്ഞാൽ പോകുമ്പോൾ പറഞ്ഞു വേണ്ട, എന്നാൽ ചിക്കനൊന്നും വേണ്ട, എന്തെങ്കിലും മത്തനോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷെ വന്നാൽ ചിലപ്പോൾ പറയും. അവൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, നമുക്ക് പാപ്പി മാത്രമല്ല രോഷി ഉണ്ടല്ലോ. രോഷിൻ്റെ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്കൊക്കെ അവൾക്കും മുൻഗണന കൊടുക്കണ്ടേ. പാപ്പിക്ക് മീൻ കഴിഞ്ഞു, 2-3 പീസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇന്നേക്ക് അവൾക്ക് വറുത്തും വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അവൾ അതൊക്കെ കൂട്ടി ചോണ്ടത്. അപ്പോൾ ഇനി നാളെയോ മറ്റന്നാളോ പോയിട്ട് വേണം മീനൊക്കെ വാങ്ങിച്ച് വയ്ക്കാൻ. അപ്പോൾ അതാ ചിക്കൻ കഴുകി ഞാനൊരു ബോക്സിലാക്കി എൻ്റെ കൈയും വൃത്തിയായി കഴുകട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. എന്തായാലും സോപ്പിട്ട് കൈയൊക്കെ കഴുകട്ടെ എന്ന് വെച്ചിട്ട് പോവുകയാണ്. അങ്ങനെ ചോറിന് തീയൊക്കെ കത്തിച്ച് വിടണം. അങ്ങനെയൊക്കെയാണ്. ഇത് നമ്മൾ ചോറ് അടുപ്പിൽ വയ്ക്കണതുകൊണ്ട് ഞാൻ കറി വയ്ക്കുകയാണെങ്കിൽ പിന്നെ അടുപ്പിൽ തന്നെ വന്ന് വയ്ക്കും കേട്ടോ. ഗ്യാസ് അത്രയും കത്തിപ്പോവുമല്ലോ. നമുക്ക് ചെറിയ കുറ്റി ഗ്യാസാണ് ഇവിടെയുള്ളത്. അപ്പോൾ വേഗം പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ സൂക്ഷിച്ച് ഉപയോഗിക്കുള്ളൂ. രോഷി പറയും പിശുക്കി അമ്മയാണ് പറയും. പിശുക്കാതിരുന്ന കാര്യമില്ല മകളെ എന്ന് ഞാൻ ഇടയിൽ അവളുടെ അടുത്ത് പറയും. അമ്മ എന്തിനത്ര പിശുക്ക് കാണിക്കണം, ഗ്യാസിൽ വെച്ചുകൂടെ, എന്തിനാ അടുപ്പിൻ്റെ പുകയത്ത് പോയി നിൽക്കണം പറയും. അപ്പോൾ ഞാൻ പറയും അടുപ്പ് വെറുതെ കത്തിപ്പോവുമല്ലേ, അതിൽ വെച്ചാൽ നമുക്ക് കറിയാവില്ല, പിന്നെന്തിനാണ് അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ചിലവാക്കണം എന്ന് പറഞ്ഞാൽ ഞാനും അവളും ഇടയ്ക്കിടയ്ക്കൊക്കെ ഗുസ്തിയിടും. പിന്നെ രോഷിക്ക് പറ്റുന്ന പണികളൊക്കെ ഇടയിൽ ചെയ്തു തരാറുണ്ട്. ഇപ്പോൾ പിന്നെ പരീക്ഷ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല. എന്ന് ചോദിച്ചാൽ പഠിക്കണതല്ലേ വലിയ കാര്യം. അവൾ പഠിച്ചൊരു നല്ല നിലയിലായാൽ മാത്രമേ നമ്മുടെ പാപ്പിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് ഞാൻ. എന്താ ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ കാലം എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്ക് ഒരു നിശ്ചയമില്ല. എന്തെങ്കിലും ചെയ്യണതിൽ കൂടുതൽ എന്തെങ്കിലും കുറച്ചധികം പണി ചെയ്താൽ തന്നെ ഞാൻ ഭയങ്കരമായി ക്ഷീണിച്ച് അയ്യോ അപ്പോ എന്ന് പറഞ്ഞ് കതച്ചിട്ടൊക്കെ വന്നിരിക്കുക. എനിക്കെൻ്റെ ശരീരം അങ്ങനെ ക്ഷീണിച്ച് പോണ പോലെ തോന്നും നമ്മളിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ വെറുതെ ഇരുന്നാലും ചില സമയത്ത് അങ്ങനെ തോന്നും. അത് BP ലോ ആവുകയാണെന്നാണ് തോന്നണത്. അതുണ്ട്, എനിക്ക് BP ലോ ആവുന്ന ഇതുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും നാരങ്ങ സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് നാരങ്ങയിൽ ഉപ്പും പഞ്ചസാരയും ഇട്ട് വെള്ളം കലക്കി കുടിക്കും. അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞ് ചോറിൽ അരിയും ഇട്ട് പാപ്പിക്ക് ചായ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചായയും വെച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ ഇടയിൽ വന്ന് നോക്കിയപ്പോൾ ആൾ തുണി വീശി കളിക്കാൻ നിന്നപ്പോൾ മിച്ചർ ഉണ്ടായിരുന്നു. ഒരു ഗ്ലാസ്സിൽ കുറച്ച് മിച്ചർ ഇട്ട് കൊടുത്തിട്ട് ആണ് പിന്നെ പണി ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് വരുന്നവരെയും ആൾ അത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് കൊണ്ടേ ഇരുത്തുക പറഞ്ഞാൽ എന്താ പറയുക, അടുത്തടുത്ത് സാധനങ്ങളാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ അതിനൊക്കെ പിടിച്ച് വലിച്ച് താഴെ ഇടുക, അല്ലെങ്കിൽ തുണി വീശി കളിക്കുമ്പോൾ അതൊക്കെ എടുത്ത് തെറിപ്പിക്കുക. അതൊക്കെ അവൾക്ക് ഭയങ്കര ഹരമാണ്. ഇവിടെ തന്നെ നമ്മൾ ഹോളിൽ തന്നെ ഇരുത്തിയാലും അടുത്ത് എന്തൊരു സാധനം ഉണ്ടെങ്കിലും അതിനെ പിടിച്ച് തള്ളിവിടും.
എന്തിന് കിടക്കുന്ന സമയത്ത് പുതപ്പ് തലയാണ വരെ എടുത്ത് താഴെ എടുത്ത് എറിഞ്ഞാൽ അവൾക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. അത് അവളുടെ ഒരു ഇതാണ്, അവളെ മാറ്റാൻ പറ്റില്ല. അത് പിന്നീട് അവൾ കുറച്ചുകൂടി വലുതാകുമ്പോൾ എല്ലാം ശരിയാവുമായിരിക്കും. അപ്പോൾ ഞാനും പാപ്പിയും കൂടി മിച്ചറും ചായയും കൂടി കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാപ്പിൻ്റെ ഗ്ലാസ്സിലുണ്ട്, പക്ഷെ അവൾ എന്നെ നോക്കിയപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ അവൾ കഴിച്ചെന്നിട്ട് എന്ന് പറഞ്ഞു. എളുപ്പപ്പണി നോക്കുകയാണ് പാപ്പി. പരന്ന പ്ലേറ്റിൽ കൊടുക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ആളില്ലല്ലോ. അപ്പോൾ അവൾ ഇങ്ങനെ എടുത്ത് തിന്നുന്ന സമയത്ത് വഴിക്ക് പോകുക എന്തെങ്കിലും ചെയ്ത് അത് താന്ന് എടുക്കാൻ നോക്കും. ചെയറിൽ നിന്ന് എന്തെങ്കിലും സാധനം താഴെ വീണിട്ടുണ്ടെങ്കിൽ കൈ എത്തി ഒരു കൈ ചെയറിൽ പിടിച്ച് ഒരു കൈ താഴത്തേക്ക് എടുക്കാൻ നോക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലാസ്സിൽ കൊടുക്കുമ്പോൾ ചായ കുടിക്കുമ്പോൾ അവളത് കഴിക്കും. ഒരുപാട് വായിലിടില്ല. അത് അവൾക്ക് അതിൻ്റെ ഒരു നേക്കറിയും, അതിനനുസരിച്ച് മാത്രമേ അവൾ അത് വായിലിടുകയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചായയൊക്കെ കൊടുക്കണം പാപ്പിക്ക്. ചായ ചൂടായതോടെ ഞാൻ ഫാനിൻ്റെ ചുവട്ടിൽ ആറാൻ വെച്ചിട്ടുണ്ട്. കുളിക്കണതിന് മുന്നേ തന്നെ ഇവിടെയൊക്കെ അടിച്ചു വിട്ട് അങ്ങനത്തെ പണികളൊക്കെ ഏകദേശം എല്ലാ പണിയും ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ രോഷി വന്നിട്ട് കറി വയ്ക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് വെച്ച ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ തേങ്ങ ചുട്ട ചമ്മന്തി, അതും കുറച്ചുണ്ട്. അപ്പോൾ ഒന്ന് ചിക്കൻ കറി തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ചെടുത്ത് വെച്ചാൽ ഇപ്പോഴേക്കും വൈകുന്നേരത്തേക്കും നാളെ രാവിലത്തേക്കും ആവുമല്ലോ. അപ്പോൾ രാവിലെ കഴിക്കണ സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കിയ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി ഇത് കൂട്ടി അവർ കഴിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ ഡെയിലി വീഡിയോസ് ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്താ ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലാതെ നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളാണ് നിങ്ങളെ ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് വേറെ എവിടെയും പോയിട്ട് വീഡിയോ എടുക്കാനോ അങ്ങനത്തെ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോ എടുത്ത് ഇടുന്നത്. പിന്നെ അച്ഛൻ പിന്നെ പോയി വരുന്നതറിയാലോ, 10 മണി. ഇപ്പോൾ കുറച്ച് നേരത്തെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, 10 മണിക്കൊക്കെ വരുന്നുണ്ട്, 10-10:30 ആകുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ പാപ്പി ഒരു 10:30ക്കൊക്കെ കിടന്ന് ഒരു 12-12:30 1 മണിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉറങ്ങണം, അല്ലെങ്കിൽ 2 മണി 3 മണിയൊക്കെ ആവും. ഇപ്പോൾ ഒരു 12 മണിൻ്റെ ഉള്ളിൽ ഉറങ്ങുന്നതുകൊണ്ട് ആൾ നേരത്തെ എണീക്കണമുണ്ട്. ഒരു 9-10 മണിൻ്റെ മുന്നായിട്ട് തന്നെ എണീക്കുന്നുണ്ട്. അല്ലെങ്കിൽ 12 മണി കഴിഞ്ഞാലും വിളിച്ചിട്ട് എണീക്കി പറഞ്ഞാൽ ആൾ എണീക്കില്ല, മിണ്ടാതെ സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങും. പിന്നെ ഉറക്കക്ഷീണം വിടാതെ എണീറ്റിട്ടുണ്ടെങ്കിൽ നമ്മളെ തല്ലാനും പിച്ചാനും എല്ലാത്തിനും നിൽക്കും. ഇത് പിന്നെ ഇപ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല, സുഖകരമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ പാപ്പിൻ്റെ ഗ്ലാസ് കണ്ടിട്ട് നിങ്ങൾ കുറേ ദിവസമായില്ല, അപ്പോൾ ഇന്ന് ലൈവായി കാണാം. അപ്പോൾ ഞാൻ ചായ ചൂടൊക്കെ ആറിയപ്പോൾ മിച്ചർ വാങ്ങിച്ച് വെച്ചിട്ട് ചായ കൊടുക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ചായ കുടിച്ച് കഴിയാറായെന്ന് എനിക്ക് അറിഞ്ഞപ്പോൾ ഞാൻ കൈ നീട്ടി, പാപ്പിക്കുട്ടി ഗ്ലാസ് താടാ എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ നീട്ടി പിടിച്ച് ഞാൻ വലിയ പോസൊക്കെ കൊടുത്തിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ചെയ്തത് കണ്ടില്ലേ, ഒരേറ്റ എറിഞ്ഞു. നിങ്ങളും ഹാപ്പിയായി, പാപ്പിയും ഹാപ്പിയായി. അപ്പോൾ ഇതാ നമ്മുടെ രോഷി ഉള്ളിയൊക്കെ അരിഞ്ഞു. അതെന്താ ഫ്രൂട്ട് കാണിച്ചു കൊടുക്കുക. നമ്മുടെ ഇവിടെ എന്താ പറയാ, ചേരുമ്പഴം പറയും. എന്താ കളഞ്ഞ് ഇതിൽ ഉപ്പ് തേച്ച് കഴിക്കണം. ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി തേച്ച് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ രോഷി ചെയ്ത പണിയാണെന്ന്. ഒരിക്കലും അല്ല, ഇതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ട് പോയതാണ്. ഇപ്പം ഇരുന്ന അരിയാണ്, അത്ര മാത്രമേ ചെയ്യണുള്ളൂ. അല്ലേ രോഷി? പറയേ. ഉള്ളിൻ്റെ പകുതി അവൾ അരിഞ്ഞതാണെന്ന്. നമ്മുടെ പാപ്പി ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പാട്ട് പാടലാണ്. കോയി 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 കോയി. എന്തടാ കേട്ടില്ല, പാട്ട് കേട്ടില്ല, നേരെ പാട്. കഴുത്ത് നേരെ വെക്കേ. രോഷി വരുമ്പോഴേക്കും പണിയൊക്കെ ഏകദേശം എല്ലാം ചെയ്ത് വെച്ചു. പാപ്പി പിന്നെ വലിയ അലമ്പൊന്നും ഉണ്ടാക്കാത്ത കാരണം അവളവിടെ ഇരുത്തി തുണി വീശാൻ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ പോയപ്പോൾ പണികളൊക്കെ എല്ലാം ചെയ്യാൻ പറ്റും. ഓരോ ദിവസം ഇല്ലാതിരിക്കുക. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പോയി കുളിക്കാനും എല്ലാത്തിനും ഒന്ന് ഭയങ്കര ഇതായിട്ട് നിന്നോട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയായി ചെയ്യാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ മതി അമ്മ 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 വിളിച്ചുകൊണ്ടേയിരിക്കും. ഇന്നിപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേഗം പണിയൊക്കെ കഴിഞ്ഞു. അവിടെ അടിക്കലും അങ്ങനത്തെ കുറേ പണിയാണ്. ചോറൊക്കെ ഉണ്ണണം, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്.
രോഷി ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. എന്താ വെച്ചാൽ രണ്ടുപേരെയും കൂടി ഇവിടെ ഇരുത്തിയിട്ട് നമുക്ക് എന്ത് പണി വേണമെങ്കിലും വേഗം പോയി ചെയ്യാനൊക്കെ പറ്റും. രോഷി ഇല്ലെങ്കിലാണ് നമുക്ക് കുറച്ചുകൂടി പ്രശ്നം. എന്താ വെച്ചാൽ പാപ്പി വിട്ടിട്ട് എവിടെയും പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് മാത്രം. പിന്നെ പാപ്പിന് പണ്ടത്തെ പോലെ തൂക്കിയിട്ട് പുറത്ത് പോകുക എന്നെക്കൊണ്ട് ഇപ്പോൾ തീരെ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. എന്നാലും എന്നെക്കൊണ്ടാവുന്ന പോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ആയി. രോഷി ചിക്കൻ കറി വെക്കാൻ പറഞ്ഞ രോഷിക്ക് ചിക്കൻ കറി വേണ്ടെന്നായി. അങ്ങനെ വാഴയ്ക്ക് ഉപ്പേരിയും വെച്ച് ഞങ്ങൾ ചോറൊക്കെ കഴിക്കാൻ പോവാണ്. അവളിങ്ങനെയാണ് ഓരോ സമയം അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം പാപ്പി കുട്ടിയാണ് സൂപ്പർ, ഒന്നും പറയില്ല. പാപ്പി ചിക്കൻ കറി കൊടുത്തപ്പോൾ അവൾ അധികം കഴിച്ചില്ല. പിന്നെ രസം വെച്ചിട്ടുണ്ടായിരുന്നു. രസം കൂട്ടിയിട്ടാണ് പിന്നെ പാപ്പി അധികം ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ വിടാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരിതിൽ അങ്ങനെ അവൾക്കും വയറ് നിറയെ ഭക്ഷണമൊക്കെ വാരി കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് വെള്ളം കുടിച്ച് ഗ്ലാസ് ഏറും കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വിടണമല്ലോ. അടിച്ചു വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പോയി കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. സമയം 10 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ അച്ഛൻ വരാൻ 10:30 ആവും. അപ്പോൾ ശരി, പാപ്പിക്ക് ഉച്ചയ്ക്ക് നേരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചമ്മന്തി ആയതുകൊണ്ടായിരിക്കണം പാപ്പി കഴിക്കാതിരുന്നത് തോന്നി. അപ്പോൾ നേരത്തെ തന്നെ കഴിക്കാൻ കൊടുത്തു. വരുന്നവരെ കാത്തിരുന്നില്ല. ഞങ്ങൾ 3 പേരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെയൊക്കെ അടിച്ചു വിട്ട് അച്ഛനുള്ള ഭക്ഷണമൊക്കെ വിളമ്പി ഇവിടെ കൊണ്ടുവന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വന്ന് ആ പ്ലേറ്റ് എടുത്ത് കൊടുത്താൽ മതിയല്ലോ എന്നുള്ളൊരിതിൽ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും ഭക്ഷണം നമ്മൾ താഴെ തന്നെ ഇരുന്ന് കഴിക്കണത്. അപ്പോൾ അടിച്ച് വൃത്തിയാക്കി വെച്ചാൽ അത്രയും സമാധാനത്തിൽ കിടന്നുറങ്ങും. അല്ലെങ്കിൽ രാവിലെ എണീച്ച് നോക്കുമ്പോൾ അതങ്ങനെ അവിടെ കിടക്കുന്നുണ്ടാവും. അതിനേക്കാളും നല്ലത് നമ്മൾ ചെയ്യുന്ന പണി വൈകുന്നേരം തന്നെ ചെയ്ത് വെച്ച് രാവിലെ വേഗം എണീറ്റ് നമുക്ക് ഒരു ഫ്രഷ് ആയിട്ട് എല്ലാ പണിയും ചെയ്ത് തുടങ്ങാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതേപോലെ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യണത്. നമ്മൾ ചോറിൻ്റെ ശേഷമൊക്കെ കുടഞ്ഞ് വിരിച്ച് അടിച്ച് വെട്ട് വൃത്തിയാക്കിയ ശേഷമാണ് നമ്മൾ പോയി കിടക്കുക. അപ്പോൾ ഞാൻ പാപ്പിനെ വിളിക്കുന്നുണ്ട് കിടക്കാൻ. പക്ഷെ അവൾ വരുമോ എന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ തുണി വീശി കളിക്കണം പറയുമോ, ഇനി അച്ഛൻ വന്നിട്ടേ ഉറങ്ങുള്ളൂ എന്ന് പറയുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം എന്താവും എന്നുള്ളത്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ എടുത്തിട്ട് കൊണ്ടുപോയി കിടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒതറി താഴത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ കയറ്റി ഒരു പാട്ട് പാടും പോലെയൊക്കെ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് കൊണ്ടുപോയത്. അല്ലെങ്കിൽ ആൾ വരില്ല. അവിടെ ഇരുന്നാലും കിടക്കണ ആളെന്ന് എണീറ്റിരിക്കാൻ ശ്രമിക്കും. അങ്ങനത്തെ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ട് പാപ്പിക്ക്. അപ്പോൾ രോഷി കിടക്കണ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ 3 കൂടി ഒരുമിച്ചിട്ടിട്ട് രോഷി അവിടെ കിടക്കണത്. അവിടെ കിടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ രോഷിൻ്റെ മുടിക്ക് എന്നെ പിടിക്കും. എന്ന് വെച്ചാൽ രോഷി മേലെ കാലിടും. ഉറങ്ങണ സമയത്ത് കയ്യും കാലൊക്കെ തൂക്കി മേലെ ഇടും. അത് പാപ്പിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന ഒരാളാണ്. ഇനി എന്തൊക്കെ കാണണമെന്ന് കണ്ടുതന്നെ അറിയാം. എത്ര മണിക്ക് ഉറങ്ങും, എന്താ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തായാലും ഉറങ്ങാൻ കിടക്കുന്ന ആൾ ഇങ്ങനെ കിടക്കും. കിടന്നിട്ട് കാല് രണ്ടും ഇങ്ങനെ മേലേക്കിടും. പിന്നെ പാട്ട് പാടിത്തരും. പിന്നെ ചിരിക്കും. അതേപോലെ തന്നെ തലയിൽ കെട്ടിയത് അഴിച്ച് താഴെ വെച്ചാൽ മാത്രമേ അവൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അതേപോലെ കിടക്കുന്ന സമയത്ത് ബനിയനൊക്കെ മേലേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അവൾ എന്നെ താഴത്തേക്കാക്കും. പാൻറ്റ് മാത്രം ചെറുതായിട്ട് താഴത്തേക്ക് അഴിഞ്ഞു പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ എടുത്ത് കയറ്റി മേലേക്ക് അതെല്ലാം ശരിയായി എന്ന് ഉറപ്പ് വന്ന ശേഷം മാത്രം നമ്മുടെ പാപ്പിക്കുട്ടി ഉറങ്ങുകയുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഇതൊരു കളിയാണ്. ഇങ്ങനെ കുറേ നേരം കളിക്കും. അങ്ങനെ പിടിച്ച് ഇങ്ങനെ വീശി കളിക്കും. ഈ കൈ എടുക്കും, പിന്നെ അപ്പുറത്തെ കയ്യിലാക്കും. അങ്ങനെ കൈമാറി ഇങ്ങനെ കളിച്ച് നമ്മുടെ കയ്യിലിട്ടിട്ട് കൈ എടുക്കണ കണ്ടോ, എടുത്തിട്ട് വീണ്ടും ഇപ്പുറത്തെ കൈക്ക് പിടിക്കും. അങ്ങനെ മാറി കയ്യിൽ പിടിച്ചിട്ടാണ് കളിക്കണത്. അവളുടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഉറക്കം വന്നാൽ അവൾ ഒരു വിരൽ വായിലിടും. അത് ഉറക്കം വരുന്നതിൻ്റെ സിഗ്നലാണ്. ആ ഉറങ്ങുന്ന സമയത്ത് മാത്രം വായിൽ വിരലിടുള്ളൂ. അല്ലെങ്കിൽ അവൾക്ക് സങ്കടം വന്നിരിക്കണം. ആ സമയത്തും അങ്ങനെ വായിൽ കൈയിടും. അല്ലാതിരിക്കുന്ന സമയത്തൊന്നും ആൾ വായിൽ കൈയിടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. അപ്പോൾ